അമ്മ സ്ഥാപിച്ചതിന്റെ ലക്ഷ്യങ്ങളിൽ നിന്ന് നേരെ വിപരീതമായിട്ടാണല്ലോ ഇവര് ചിന്തിക്കുന്നത്. അങ്ങനെ ഒരു മാഫിയ സംഘമാണോ ഇവര്? എനിക്കറിയില്ല. ഈ ടിനി ടോമിനോ പിന്നിൽ ആരൊക്കെയാ ഉള്ളത്? അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ടീനിച്ചേട്ടൻ അവിടെ ഏറ്റവും സപ്പോർട്ട് ചെയ്യുന്നത് പ്രസിഡന്റാ. ശ്വേത തന്നെയാണ്. ഇവര് അറിഞ്ഞു തന്നെയാണ് ഈ നീക്കങ്ങൾ. ടിനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശ്വേത അറിഞ്ഞിട്ടുണ്ടാവും. ഉറപ്പായിട്ടും അറിയാം. അറിയില്ല എന്ന് ഇപ്പോൾ ചേച്ചി പറയുമായിരിക്കും, എനിക്കറിയില്ല. ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ എനിക്കെതിരെ പല കേസുകൾ വരാനും സാധ്യതയുണ്ട്, ഞാൻ ഇതെല്ലാം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട്. അല്ല, കേസ് വരേണ്ട കാര്യമൊന്നുമില്ല, കാര്യം ഒരു സംഘടനയ്ക്കുള്ളിൽ നടക്കുന്ന കാര്യമല്ലേ. അപ്പോൾ ഒരു കാര്യം കൂടി അൻസിബ ഈ കാര്യങ്ങൾ ശ്വേതയോട് പറഞ്ഞൊന്ന് കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു എപ്പോഴും? ഞാൻ ഒരു തവണ ഇങ്ങനെ മോശമായി പറയുന്നുണ്ട്, എന്നെ മതതീവ്രവാദിയാക്കുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞില്ല. കാരണം ഈ എനിക്കെതിരെ വനിതാ ഭാരവാഹി തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിൽ വ്യാജ പരാതി കൊടുത്തപ്പോൾ ഞാൻ വിളിച്ച സമയത്ത് എന്നോട് പറഞ്ഞ ഡയലോഗ് ഞാൻ പറഞ്ഞില്ലേ, നത്തിങ് ടു ഡു വിത്ത് അമ്മ. വിശ്വാസമില്ല, പ്രസിഡന്റിൽ വിശ്വാസമില്ല. എനിക്ക് വിശ്വാസമില്ലായിരുന്നു, പിന്നെ ഞാൻ എന്ത് പറയാനാ. ഈ എപ്പോഴെങ്കിലും അപമാനിക്കപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ട്? അതായത് ഇതൊക്കെ പറഞ്ഞു മതതീവ്രവാദി എന്ന് പറഞ്ഞ് അപമാനിക്കപ്പെട്ടു, എന്നാൽ പെൺകുട്ടി എന്ന നിലയിൽ വളരെ മോശമായിട്ട് എത്രയോ വട്ടം അതിന് പിന്നിലൊക്കെ ടിനിയും ടീമുമാണോ? ഉറപ്പായിട്ടും ഉണ്ട്. പിന്നെ അനൂപ് ചന്ദ്രൻ ചേട്ടൻ വീഡിയോ ചെയ്യാനുണ്ടായ സാഹചര്യം പോലും എന്താണെന്ന് ഇപ്പോൾ എനിക്ക് ഡൗട്ടുണ്ട്. കാരണം ഈ എന്നെ അവിടെയുള്ള ബാക്കി മെമ്പേഴ്സിന്, അതായത് ജോലി ഇല്ലാത്ത എല്ലാ മെമ്പേഴ്സിനും എന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അവരുമായിട്ടാണ് ഏറ്റവും കൂടുതൽ സംവദിക്കുന്നത്. അപ്പോൾ അവർ മറ്റു ജോലികൾ ചെയ്ത് ജീവിക്കുന്നവരും ഒക്കെയാണ്, അവർ അധ്വാനിച്ച് ജീവിക്കുന്ന ആളുകളാണ്. ഈ അമ്മയിൽ നിന്ന് ഇപ്പം നീതി പ്രതീക്ഷിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. എന്താണ് ഇനിയിപ്പം അൻസിബയുടെ മുമ്പിലുള്ളത്? എൻ്റെ മുമ്പിൽ എനിക്കിതെല്ലാം തുറന്ന് പറയാന്നുള്ളത് എന്നെ കൊണ്ട് ഇപ്പം പറ്റുള്ളൂ. കാരണം ഞാൻ എന്തുകൊണ്ട് അൻസിബയ്ക്ക് പിന്തുണയായിട്ട് ആരാ ഉള്ളത്? കുറെ മെമ്പേഴ്സ് ഒക്കെ വിളിച്ച് പറഞ്ഞു. ഞാൻ അവരെ പേരൊന്നും പറഞ്ഞില്ല. ഇനി എനിക്ക് പിന്തുണ തന്നു എന്ന് പറഞ്ഞിട്ട് അവരിട്ട് കുത്തണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. നിയമ നടപടിയായിട്ട് പോകാൻ താല്പര്യമുണ്ടോ? എനിക്കിപ്പോൾ താല്പര്യമുണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നല്ല പേടിയുണ്ട്. ഇത്രയും റിവഞ്ച് മനസ്സിൽ വെക്കുന്ന ആൾക്കാരാണ് അവിടെ ഇരിക്കണമെന്ന് എനിക്ക് അറിയില്ല. ഈ നീനയുടെ പരാതിയിൽ പറയുന്നത് വളരെ ഗുരുതരമായ കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ അൻസിബയെ അപമാനിക്കത്തക്ക രീതിയിൽ അത് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു സ്ത്രീയെ എത്രമാത്രം അപമാനിക്കാൻ പറ്റും അത്രമാത്രം അപമാനിക്കുക. അതുപോലെ എനിക്കെതിരെ എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടണം, അതിന് വേണ്ടിയിട്ട് ഞാൻ പോകുന്ന ലൊക്കേഷനുകളിൽ എന്നെ പറ്റി അന്വേഷിക്കുക, എനിക്ക് പ്രണയമുണ്ടോ എന്ന് അന്വേഷിക്കുക, പ്രണയം ഉണ്ടായിരുന്നു എന്ന് അന്വേഷിക്കുക. ഇതൊക്കെ ഇവരൊക്കെ തന്നെ അവിടെ ഇവിടെ ഇരുന്ന് പറയാം. എന്നിട്ട് ഇത് ഞാൻ അറിയും. അപ്പൊ ഇതൊക്കെ അറിഞ്ഞിട്ട് അവിടെ കയറി ചെല്ലാൻ എന്നെ കൊണ്ട് എങ്ങനെ പറ്റും? എനിക്കിത് ആരോടും പറയാനും വയ്യ. പിന്നെ എന്തെങ്കിലും പറഞ്ഞ, അപ്പൊ ഇന്നലെയൊക്കെ പ്രിയങ്ക ചേച്ചിയുടെ ഒക്കെ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടു. ഇന്റർവ്യൂ എല്ലാം ഇങ്ങനെ ബൈറ്റ് കൊടുക്കണം. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ തല മുതിർന്ന ആൾക്കാരുണ്ട്, അവരോട് പറഞ്ഞു തീർക്കണം. അപ്പൊ ഞാൻ ആലോചിക്കുന്നത് അവരുദ്ദേശിക്കുന്നത് മമ്മൂക്ക ലാലേട്ടനൊക്കെയാണ്. മമ്മൂക്ക ലാലേട്ടൻ എന്നൊക്കെ പറയുന്നത് അവരൊരു വേറെ ഇൻഡിവിജ്വൽസ് ആണ്. അവർക്ക് അവരുടേതായിട്ടുള്ള സിനിമകളുണ്ട്, അവരുടേതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഈ അമ്മയിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ വേണ്ടി നടക്കുന്നവരാണ് ഇവര്.